തൃശൂർ പടിയൂരിൽ ഭാര്യയെയും അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം പ്രതി പ്രേംകുമാർ നാടുവിട്ടത് എങ്ങോട്ടാണ്? കഴിഞ്ഞ ഒരാഴ്ചയോളമായി അയാൾക്കു വേണ്ടി പോലീസ് കേരളത്തിലും പുറത്തും തിരച്ചിൽ നടത്തി. പിന്നീട് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. ഒടുവിൽ ഇരിങ്ങാലക്കുട പോലീസിന് ഉത്തരാഖണ്ഡിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തുന്നു. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു വിവരം. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പറയുമ്പോഴും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. കൂടുതൽ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷമേ മരണകാരണം വ്യക്തമാകൂ. 2 ഭാര്യമാരെ ഉൾപ്പെടെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ. രണ്ടാം ഭാര്യയെയും അവരുടെ അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രേംകുമാറിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതിന് പിന്നാലെയാണ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ രേഖയെയും അമ്മ മണിയെയും കൊലപ്പെടുത്തി ഇയാൾ നാടുവിട്ടത് കഴിഞ്ഞയാഴ്ചയാണ്. പടിയൂരിലെ വാടക വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെയാണ് കൊലപാതക വിവരം പുറംലോകമറിഞ്ഞത്. ഭാര്യയെ സംശയം കാരണം പ്രേംകുമാർ കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം. രേഖയുടെ മൃതദേഹത്തിൽ 3 ചിത്രങ്ങളും പ്രതി കുത്തിവച്ചിരുന്നു. രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവെച്ചിരുന്നത്. ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ച് കുറിപ്പും ഇതോടൊപ്പം കണ്ടെത്തിയിരുന്നു. 2 ദിവസമായി അമ്മയെയും രേഖയെയും ഫോണിൽ കിട്ടുന്നില്ലെന്ന് രേഖയുടെ സഹോദരി പോലീസിനെ അറിയിച്ചിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. ആദ്യ ഭാര്യയായ വിദ്യയെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ഇയാൾ അധ്യാപികയായ രേഖയെ പരിചയപ്പെടുന്നതും വിവാഹം കഴിച്ചതും. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ രേഖ 5 മാസം മുൻപാണ് കോട്ടയം സ്വദേശിയായ പ്രേംകുമാറിനെ വിവാഹം കഴിച്ചത്. വിവാഹശേഷം കഴിഞ്ഞ ജനുവരി മുതലുള്ള കാലയളവിൽ 5 സ്ഥാപനങ്ങളിൽ ഇയാൾ ജോലി നോക്കിയിരുന്നു. പോകുന്നിടത്തെല്ലാം ഇയാൾ രേഖയെയും ഒപ്പം കൂട്ടിയിരുന്നു. അധ്യാപികയായ രേഖയ്ക്ക് ഇയാൾ ഹോട്ടൽ സൂപ്പർവൈസറായി ജോലി തരപ്പെടുത്തി നൽകി. എന്നാൽ അധ്യാപികയായി ജോലി ചെയ്യാനായിരുന്നു രേഖ ആഗ്രഹിച്ചിരുന്നത്. സംശയം കാരണം രേഖയുടെ ഫോൺ പ്രേംകുമാർ പിടിച്ചുവെച്ചിരുന്നു. രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. സുഹൃത്തായ അധ്യാപകനുമായി രേഖയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി പ്രതി സംശയിച്ചിരുന്നു. ിൽ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ 6 മാസത്തിനു ശേഷമാണ് ഇയാൾ പിടിയിലായത്. സംഭവത്തിൽ പ്രേംകുമാറിനെയും കാമുകിയായ തിരുവനന്തപുരം വെള്ളറട സ്വദേശി സുനിത ബേബിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കാമുകിക്കൊപ്പം ജീവിക്കാനായാണ് തിരുവനന്തപുരത്തെ വില്ലയിൽ വെച്ച് പ്രതികൾ വിദ്യയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയത്. ശേഷം മൃതദേഹം തിരുനെൽവേലി ഹൈവേക്കരികിലെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൃത്യം നടത്തിയതിന് പിന്നാലെ ഭാര്യയെ കാണാനില്ലെന്ന് പ്രേംകുമാർ പോലീസിൽ പരാതിയും നൽകി. തുടർന്ന് കാമുകിയായ സുനിതയ്ക്കൊപ്പം ഉദയംപേരൂരിൽ താമസിച്ചു വരുന്നതിനിടെ പോലീസ് ഇരുവരെയും പിടികൂടി. ന്യൂസ് 18 തൃശൂർ.